ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ ഡെലിവറി ആഫ്റ്റർ എനിക്ക് ജോബിലേക്കുള്ള റീ എൻട്രി അത്ര എളുപ്പമായിരുന്നില്ല. കുറച്ച് ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂസ്ഡ്, സ്റ്റക്ക്, ബ്രേക്ക് ഡൗൺ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒരു ജോബിലേക്ക് ഞാൻ കയറിയത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ ഒരു സ്ട്രക്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബോത്ത് മെൻ ആൻഡ് വിമൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കേൾക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വാക്കാണിത് അല്ലേ? ആ വാക്കിന് ഇത്ര പവർഫുൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 20ാമത്തെ വയസ്സിലാട്ടോ. അതായത് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ. മാരേജിന് മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ അക്കൗണ്ടൻ്റ് ആയിരുന്നു. 2 വർഷത്തോളം വർക്ക് ചെയ്തു. എന്നിട്ടായിരുന്നു എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ കൺസീവ് ആയി. അപ്പോൾ എനിക്ക് ഡോക്ടറിൻ്റെ ബോഡി വീക്ക് ആയതുകൊണ്ട് ഡോക്ടർ എനിക്ക് ബെഡ് റെസ്റ്റ് വന്നു, നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. ക്വിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര വിഷമത്തോടെയായിരുന്നു ഞാൻ ക്വിറ്റ് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് ക്വിറ്റ് ചെയ്യേണ്ടി വന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഡെലിവറിക്ക് ശേഷം നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് കാരണം ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ബേബി പ്രഗ്നൻസി ജേണി അങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഞാൻ ഹാപ്പി ആയിരുന്നു. ബട്ട് എൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ബിസി ആയിട്ടുള്ള ആളായിരുന്നു. അതായത് ജോബ്, അതായത് ഹോം ട്യൂഷൻ, വീട്, അങ്ങനെ ബിസി സ്കെഡ്യൂളിലൂടെ ലൈക്ക് ഒന്നും ഓവർ തിങ്ക് ചെയ്യാത്ത അങ്ങനെ ബിസി ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പെട്ടെന്നൊരു ഷെല്ലിലോട്ട്, അതായത് പ്രഗ്നൻസി ജേണി, ഫുൾ ടൈം വീട്, റെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്ക് കുറേ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പല രീതിയിലാണ് എന്നെ പുറത്തേക്ക് വന്നത്. ദേഷ്യം, സങ്കടം, അങ്ങനെ പല ഇമോഷൻസിലൂടെയാണ് അത് പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിനോട് ഞാൻ പൊരുത്തപ്പെട്ട് പിന്നെ സെറ്റായി, മെൻ്റലി സെറ്റായി വന്നു. ഡെലിവറിക്ക് ശേഷം കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എന്നെ തന്നെ സെറ്റാക്കി വന്നു കേട്ടോ. 2024 ആയപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. എനിക്കൊരു ബേബി ഗേൾ ഉണ്ടായിരുന്നു. ഐ എം ഹാപ്പി ഓൺ ദാറ്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൊട്ടീൻസൊക്കെ മാറാൻ തുടങ്ങി. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ എല്ലാവരും ആലങ്കരികമായിട്ട് പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങി. ഉറക്കമില്ലാത്ത രാത്രികൾ, അങ്ങനെ പല മൂഡ് സ്വിങ്സ്, അങ്ങനെ പല ഇതിലും എന്നെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെ ആയിരുന്നു. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എങ്ങനെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യും? ക്വിറ്റ് ചെയ്ത ആളാണ് ഞാൻ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ഓരോ ടാക്സ് ഫയലിങ്ങും കാര്യങ്ങളും പഠിച്ച് വന്നുകൊണ്ടിരുന്ന ആളാണ് ജോലിയുടെ ഒപ്പം തന്നെ. അപ്പോൾ ഞാനത് ചെറുതായിട്ട് മറന്നുകൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഞാൻ സിസ്റ്റമായിട്ട് എനിക്ക് ടച്ചില്ല, സോഫ്റ്റ്വെയറായിട്ട് ടച്ചില്ല, അങ്ങനെ കുറേ കാര്യം. എപ്പോഴും നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എപ്പോഴും നമ്മുടെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ തന്നെ ഓവർ തിങ്ക് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലം ആയിരുന്നു. ഇന്നത്തെ കുറേ ടൈമിൽ നമ്മൾ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ കുറച്ച് നല്ല മനുഷ്യരുടെ അഡ്വൈസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ എനിക്ക് അഡ്വൈസ് തന്നത് എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ലൈക്ക് ഞാൻ ഡിപ്രഷഡ് ആകുമ്പോൾ ഞാൻ വിളിച്ച് പറയും, ഇല്ല ഇവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് അഡ്വൈസ് തന്നത്, ഇല്ലടി ശരിയാകും, ഓക്കെ ആവും, നീ ട്രൈ ചെയ്യണം, വീട്ടിലിരിക്കരുത്, നീ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തത് അവരാണ്. ഫ്രണ്ട്സ് ലൈക്ക് മൈ ഹെവൻ, അങ്ങനെ തന്നെ പറയാം കേട്ടോ. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 7 പേരായിരുന്നു ഞങ്ങളുടെ കൂട്ട്. ഞങ്ങളിൽ എടുത്ത തീരുമാനമായിരുന്നു ബിഫോർ മാരേജ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ. ഞങ്ങളെല്ലാവരും പല മേഖലയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം ബൂസ്റ്റ് ആവാൻ തുടങ്ങി കേട്ടോ. പക്ഷേ വേറെ കുറേ ലിമിറ്റേഷൻസും അതിനോട് വന്നു തുടങ്ങി. കാരണം എൻ്റെ കുഞ്ഞിന് 1 വയസ്സായിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ദൂരത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ എനിക്ക് ദൂരെ പോയി വീട്ടിലെത്തുമ്പോൾ 7 മണിയൊക്കെ ആവും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ചോയ്സും കുറയാൻ തുടങ്ങി. കാരണം എനിക്ക് വന്നതൊക്കെ ദൂരത്തു നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സസും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ. ഡെയിലി ഞാൻ അയക്കാൻ തുടങ്ങി. മെയിൽസൊക്കെ ചിലത് അൺഫോൺസ്റ്റേറ്റിൽ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു. എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും എൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് കൺവീനിയൻസ് അനുസരിച്ചിട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഡെയിലി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വാശിയായിരുന്നു കുഞ്ഞിൻ്റെ 1 വയസ്സാകുമ്പോൾ എനിക്ക് ജോബിന് കയറണം. ഇനിയും കാരണം കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇനിയും എന്നെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ള ബോധം കൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ ട്രൈക്ക് ശേഷം മോൾക്ക് 1 വയസ്സായി 3-4 മാസം കഴിഞ്ഞപ്പോൾ, അതായത് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജാനുവരിയിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു, പാസ്സായി. അങ്ങനെ എനിക്ക് ജോബ് കിട്ടി. അപ്പോൾ ഞാനത് ഫാമിലിനോടൊക്കെ പറഞ്ഞു. അവരൊക്കെ ഓക്കെ ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറേ ക്രിറ്റിസിസംസ്, കുറേ നെഗറ്റീവ്സ് ഒക്കെ ഞാൻ കേട്ടു കേട്ടോ.
കുറേ ക്രിറ്റിസിംസ് ഒക്കെ കേട്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു, അതായത് ആ പെണ്ണിനെ കിട്ടിയോണ്ട് നല്ല ജോലി ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവൾ എന്തിനാണ് ജോലിക്ക് ശ്രമിക്കുന്നത്, പിന്നെ കുഞ്ഞിന് 1 വയസ്സിലായിട്ടുള്ളൂ, ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും നിർത്തിയിട്ട് പോലും ഇല്ല, കുഞ്ഞ് ആകെ ക്ഷീണിക്കും, എന്തിനാ ഇപ്പോൾ പോകുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ കുറേ കമൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ആകെ സ്റ്റക്കായിരുന്നു. കാരണം ഇനി എന്താണ് ഞാൻ ചെയ്ത ഡിസിഷൻ എടുത്തത് കറക്റ്റാണോ, കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണ്, കുഞ്ഞ് ക്ഷീണിക്കുമോ, അങ്ങനെ കുറേ തോട്ട്സൊക്കെ എൻ്റെ മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടീനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചു, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, ക്ഷീണിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ആസ് എ മദർ എനിക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഞാൻ അത് ആരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട്, എസ്പെഷ്യലി മൈ മദർ ഇൻ ലോ, എന്താ പറയുക, പുള്ളിക്കാരി എന്നെ ഈ സ്റ്റേജിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടോഡ്ലറിനെ നോക്കുക എന്നുള്ള പറഞ്ഞത് ഭയങ്കര എന്താ പറയുക, അതും ഞാൻ ജോലിക്ക് പോകുമ്പോൾ പുള്ളിക്കാരിയായിരുന്നു ഫുൾ അവളെ ടേക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഫുഡ് കൊടുത്തതും ഒക്കെ. ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അവൾ കഴിക്കുമോ, ഉമ്മയ്ക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഷീ ഡിഡ് ഇറ്റ്. അതെനിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധി വരെ ക്രിറ്റിസിംസ് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചില ക്രിറ്റിസിംസ്, നെഗറ്റീവ്സൊക്കെ എന്നെ ആസ് എ മദർ എനിക്ക് വേദനിച്ചായിരുന്നു. ചില ഫംഗ്ഷൻസിന് പോകുമ്പോൾ കുഞ്ഞ് ക്ഷീണിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനി ശരിക്കും കുഞ്ഞിന് ഫീഡ് ചെയ്യാത്തതുകൊണ്ട് ക്ഷീണിച്ചോ, അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ ഇങ്ങനെ മോൾക്ക് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഫീഡ് ചെയ്യാത്തത് കുഴപ്പമാണോ, വെയിറ്റ് കറക്റ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആൾ ഹോക്കിയാണ്, ആൾ കളിക്കുന്നില്ലേ, ചിരിക്കുന്നില്ലേ, ആൾ ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ 1 ഇയർ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ വെയിറ്റ് വെക്കുന്നില്ല എന്നുള്ള, ആൾ കഴിക്കുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ഓരോരുത്തരുടെ എന്താ പറയുക, ചില പിള്ളേർ നല്ല വണ്ണോ തടുവായിട്ടിരിക്കും, ചില പിള്ളേർ സ്കെൽറ്റായിട്ടിരിക്കും. അത് ഡിപ്പെൻസ് അപ്പോൺ നേച്ചർ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അതേ ഡോക്ടറിൻ്റെ ആ ഒരു അഡ്വൈസ് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആരോടും പറയാതിരിക്കുക, സൈലൻ്റ്ലി ചെയ്യുക. അത് നമ്മൾ പെർമനൻ്റായി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ മാത്രം അത് പബ്ലിക്കിൽ പറഞ്ഞാൽ മതി. അതാണ് നമുക്ക് നല്ലത്, നമ്മുടെ മൈൻഡിന് നല്ലത്, എല്ലാത്തിനും നല്ലത്. ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ജാനുവരിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ ഇത് കറക്റ്റ് ആണോ, ഞാൻ എടുത്ത ഡെസിഷൻ കറക്റ്റ് ആണോ, അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരുപാട് തിങ്കിങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീസ്. ഇപ്പോൾ എല്ലാവരും പറയും അവളുടെ ഹസ്ബൻഡ് നല്ല ജോലി ഉണ്ടല്ലോ, പിന്നെ അവൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. അത് പൈസ മാത്രം വെച്ചല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, പീസ്, റെസ്പെക്റ്റ്, പിന്നെ നമ്മുടെ കുട്ടിക്കൊരു റോൾ മോഡൽ. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി ലീഡ് ചെയ്യണമെങ്കിൽ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏൺ ചെയ്താലേ ആ ഫാമിലി നല്ല മോശമല്ലാത്ത രീതിയിൽ ഏൺ ചെയ്ത് ലീഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ നമുക്കത് സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് സഹായിക്കും. അപ്പോൾ ആസ് എ വ്യൂമൻ നമ്മൾക്ക് ഡെലിവറി ആഫ്റ്റർ ഒരു ജോബിലേക്ക്, അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്കിന് ശേഷം നമ്മൾ ജോലിക്ക് തിരിച്ച് കയറുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ നമ്മുടെ വീട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ ബേബി, അങ്ങനെ കുറേ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടാണ് ഹൗസ് ഹോൾഡ് വർക്ക്സ് അങ്ങനെയെല്ലാം ടേക്ക് കെയർ ചെയ്ത് ഒരു അമ്മ ജോലിക്ക് പോകുന്നത്. കുറേ ഫാക്ടേഴ്സ് അവർക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴും ആ ഓഫീസിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒരേ റൊട്ടീൻ ദിവസം പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ആ ഷെല്ലിൽ തന്നെ സ്റ്റക്കാകുമ്പോൾ നമുക്ക് ദേഷ്യമായിട്ടും സങ്കടമായിട്ടും പല ഓവർത്തിങ്കുമായിട്ടും നമ്മുടെ പുറത്തേക്ക് അത് വാഷ് ഔട്ട് ചെയ്യും. പക്ഷെ നമ്മളത് ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പുതിയ ഒരു എൻവയോൺമെൻറ്റ്, പുതിയ ആൾക്കാർ, പുതിയ യാത്രകൾ, പുതിയ കാഴ്ചകൾ, അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ എത്ര തിരക്കും റഷ് എടുത്തിട്ടാണെങ്കിലും ആ ഓഫീസിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അത് റിലാക്സിങ് ആണ് അല്ലേ. ഇപ്പോൾ എൻ്റെ ഈ ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് എൻ്റെ മോളോടാണ്. ഇപ്പോൾ 2 വയസ്സായിട്ടുള്ളെങ്കിലും എന്താ പറയുക, അവളോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം അവൾ അതിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എന്താ പറയുക, വാശി ഉണ്ടാവും ചില ദിവസങ്ങളിൽ. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഇപ്പോൾ അവൾക്കറിയാം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഇന്ന ടൈമിൽ പോകും. അത് ആദ്യത്തെ ചിലപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ പിന്നെ അവരുടെ മൈൻഡിൽ അത് സെറ്റായി വരും. അവരതിനോട് അഡാപ്റ്റ് ആയിക്കോളും. ഇപ്പോൾ എൻ്റെ മോൾക്കും അറിയാം ഞാൻ ജോലിക്ക് പോകുന്ന ഇന്ന ടൈമിലാണ്, ഇന്ന് പോകും. അപ്പോൾ പോകും, അവരുടെ മൈൻഡ് അവർ തന്നെ ഫീഡ്, പിന്നെ അതൊരു നോർമലൈസ് ആയിട്ട് പൊക്കോളും. അതല്ലാതെ നമ്മൾ കൂടുതൽ കംഫർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ കംഫർട്ടാക്കാതെ അവരുടേതായിട്ടുള്ളൊരു പീസ് ഓഫ് ഫ്രീഡത്തിലേക്ക് വിടുക. അതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇതിൽ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം, ഓരോരുത്തരും പാരൻറ്റിങ് വ്യത്യാസം ഉണ്ടാവാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് എനിക്കിത് ആർക്കെങ്കിലും ഒരാൾക്കത് ഹെൽപ്ഫുൾ ആയെന്ന് അറിയുമ്പോൾ ഐ എം സോ ഹാപ്പി. നല്ല ഇടിവെട്ടും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നേരം കത്തിയടിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഹോപ്പ് എവറിബഡി എൻജോയ് ദിസ് വീഡിയോ ആൻഡ് കീപ് സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.